മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്ന് ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. പൂനെ, നാസിക്, മുംബൈ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിൽ പ്രളയസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വൻ മേഘവിസ്ഫോടന ഭീതിയെ തുടർന്ന് നാസിക് ത്രയംബകേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സമ്പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തി. മഹാരാഷ്ട്രയെ പ്രളയഭീതിയിലാഴ്ത്തി കനത്ത മഴ തുടരുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ ഡാമുകളെല്ലാം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂനെ ജില്ലയിലെ ഉജാനി ഡാമിൽ നിന്നും വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതോടെ ഭീമാ നദിയിൽ ജലപ്രവാഹം 1,00,000 ക്യൂവെക്സും കടന്ന് കുതിക്കുകയാണ്. നദീതീരത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വെള്ളത്തിനടിയിലാണ്. ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഭരണകൂടം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മഴ കനക്കുന്നതിനിടയിൽ നാസിക് ജില്ലയിൽ വൻ മേഘവിസ്ഫോടനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ മുന്നറിയിപ്പ്. വലിയൊരു ദുരന്ത സാധ്യത ഒഴിവാക്കാൻ ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ മുൻനിർത്തി പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ത്രയംബകേശ്വറിൽ സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കും തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് അനുമതിയില്ലെന്ന് മന്ത്രി ഗിരീഷ് മഹാജൻ വ്യക്തമാക്കി. മുംബൈ, നാസിക് ഭാഗങ്ങളിൽ നിന്നും ത്രയംബകേശ്വറിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും പോലീസ് അതിർത്തികളിൽ തന്നെ തടഞ്ഞു തുടങ്ങി. पर्यटकों के लिए भी कल का दिन बंद है. हमने मुंबई से जो गाड़ियाँ थे वहीं रोक दी है, नासिक से आने वाली भी रोक दी है. कल का दिन जो अनुमान जताया गया है तो इसलिए हमने सभी को कल दर्शन के लिए मना कर दिया है. जो टूरिस्ट है उनको भी ज़्यादातर हमने बाहर निकाल दिया है. कोई रिस्क ना हो, हमें कोई रिस्क लेनी नहीं. പ്രളയം ജനജീവിതത്തെ മാത്രമല്ല സംസ്ഥാനത്തെ യാത്രാ സംവിധാനങ്ങളെയും പൂർണ്ണമായും തകിടം മറിച്ചു. മുംബൈ സബർബൻ മേഖലകളിലും കശ്മീർ മുംബൈ പാതകളിലും റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും സമയം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വ്യോമഗതാഗതത്തെയും കനത്ത മഴയും മോശം കാലാവസ്ഥയും പ്രതികൂലമായി ബാധിച്ചു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമുള്ള പല സർവീസുകളും വൈകിയും ചില വിമാനങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ അടിയന്തര കൺട്രോൾ റൂമുകൾ തുറന്ന സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ NDRFും SDRFും സജ്ജമാണ്. വരും മണിക്കൂറുകളിലും കനത്ത മഴ തുടരുമെന്ന പ്രവചനം നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചു. ജനം, ഡൽഹി.